ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സച്ചുവിൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നു. വന്നപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കിന് വന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു, കുറച്ച് വഴിയൊക്കെ നടന്നു വന്നപ്പോൾ ഒരു വണ്ടിയിട്ട് കൂടെ പോകുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ അറപ്പ കാണാൻ പോകാൻ പോകുന്നു. അറപ്പ എന്ന് പറയുമ്പോൾ ഈ കടലൊക്കെ കൂടിയ സ്ഥലമാണ്. കടലും ഈ പുഴ പോലെ ആയിട്ടുള്ളത് അറപ്പ, അഴിമുഖം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അപ്പോൾ അവിടെ നിന്ന് 2 മിനിറ്റ് ദൂരമുള്ളൂ നടക്കാൻ അമ്മായിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അമ്മായിയും സച്ചുവിൻ്റെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവിടെ. ഞാൻ ഇത് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എന്നെ കാണാൻ പറ്റില്ല എന്നുള്ളൂ. ഇതിങ്ങനെ മെയിൻ റോഡ് പോലെ കണ്ടങ്ങനെ ഹൈവേ റോഡ് പോലെ തന്നെ നമുക്ക് എന്നുവെച്ചാൽ സ്നേഹിതരും കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ തിരിച്ച് കാണാൻ ഇത് വരും. ഈ അറപ്പൊക്കെ കാണാൻ വരും. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനൊക്കെ വേണ്ടി വരും. അതങ്ങനെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ നടക്കുക. അങ്ങനെ അറപ്പയിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടോ. ഇതാണ് തമ്പാങ്കട അറപ്പാന്ന് പറയുന്നത്. അവിടെ നിന്ന് 2 മിനിറ്റ് ദൂരമുള്ളൂ. ഞങ്ങളിങ്ങനെ നടന്ന് അപ്പുറത്തേക്ക് കടക്കേ വേണ്ടു. പക്ഷേ ഞങ്ങളിങ്ങനെ വീഡിയോ പിടിക്കുന്ന ആയതുകൊണ്ട് ഞങ്ങൾ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ആണോ, ഇതാണ് തമ്പാങ്കടവ് അറപ്പാന്ന് പറയുന്നത്. അറപ്പാന്ന് പറഞ്ഞാൽ വെച്ചാൽ കടൽക്ഷോഭമൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത് സ്ഥലങ്ങളാണ്. കടൽക്ഷോഭം എന്നൊക്കെ പറയുന്നത് വെച്ചാൽ ഈ അറപ്പിൽ നിറച്ച് വെള്ളമാവും, കടലിൽ വെള്ളം കൂടുതലാവും, അങ്ങനെ സ്ഥലങ്ങളാണ്. പക്ഷേ ഇന്ന് വെള്ളം കുറവാണ്. കടലിൽ വെള്ളം കുറവാണ്. അപ്പോൾ കുളിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഇങ്ങനെ കാണാനും വീഡിയോ പിടിക്കാനൊക്കെ വേണ്ടിയിട്ട്. കടലിൽ കൂടുതലാവുമ്പോൾ ആരും ഇങ്ങനെ ആരും വെള്ളത്തിൽ ഇറക്കാനോ ഓരോ സമ്മതിക്കില്ല ഇവിടെയുള്ള ആൾക്കാരൊക്കെ. ഇപ്പോൾ കണ്ടോ, ഒരുപാട് 2-3 പിള്ളേരൊക്കെ കുളി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട കടൽ. ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊന്നും അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 3 മണിയൊക്കെ ടൈമിലാണ് പോയത്. അപ്പോൾ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. അപ്പോൾ സച്ചു വെള്ളത്തിലിറങ്ങി കുളിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് മൂപ്പരാൾ വരുമ്പോൾ ഒരു ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. വെറുതെ പാൻറ്റൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നിന്നു. വേറെ കുട്ടി കുളിക്കണം കണ്ടപ്പോൾ മൂപ്പരാൾക്ക് ഒരു ആഗ്രഹം കുളിച്ചാലോ എന്നുള്ളത്. അതേ ഡ്രസ്സൊക്കെ മാറി മൂപ്പരാൾ കുളിക്കാനുള്ളത് തയ്യാറെടുപ്പായി. പക്ഷെ മൂപ്പരാൾക്ക് എന്താ നീന്താനൊന്നും അറിയില്ല കേട്ടോ. വെള്ളത്തിൽ കടലിൽ ഞങ്ങൾക്ക് തൊട്ടടുത്താണെങ്കിലും ഞങ്ങൾ കടലിൽ ഇറക്കി അല്ലെങ്കിൽ വേറെ ഇതിലൊന്നും ഇറങ്ങില്ല. വെള്ളത്തിൽ മൂപ്പരെ കളിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ വേറെ കുട്ടികൾ കളിക്കുമ്പോൾ ഇഷ്ടമായിട്ട് മൂപ്പരാളിപ്പോൾ കളി തുടങ്ങി. അപ്പോൾ കണ്ടോ, നീന്താനൊന്നും അറിയില്ല. വെറുതെ വെള്ളത്തിൽ കിടന്നിട്ട് അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. വെള്ളമുള്ള കാരണം കൊണ്ട് അങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ കടലടിച്ച് വരുമ്പോഴുള്ള പേടിയും ഒക്കെ നോക്കി. പക്ഷെ അധികം തിരയുണ്ടായിരുന്നില്ല കേട്ടോ. കടലിലാണ് അത് കണ്ടോ. അധികം തിരയില്ലാത്തതുകൊണ്ട് വെള്ളം ഇങ്ങനെ കയറി വരുന്നില്ല. അല്ലെങ്കിൽ ഭയങ്കര അപകടമുള്ള സ്ഥലങ്ങൾ അതൊക്കെ. ആരും ഇറക്കാറില്ല ആ ഭാഗത്തേക്ക് കടൽ കൂടിയാലൊക്കെ. മൂപ്പരാൾ നല്ല നീന്തലാണ്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് പറയുന്നുണ്ട്, വേറെ കുട്ടികളും പറയുന്നുണ്ട് നീന്തി നോക്കുന്നു. എവിടെ ആൾക്ക് നീന്താൻ അറിയുന്നില്ല. ആൾ വെറുതെ കൈയിട്ട് ഇങ്ങനെ അടിക്കുന്നേ ഉള്ളൂ. സച്ചുവിനെ അറിയുന്ന ഒരു കുട്ടിയാന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു സച്ചുവിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അറിയുമെന്ന് ചോദിച്ചപ്പോൾ അറിയുന്നൊക്കെ പറയുന്നുണ്ട് മൂപ്പരാൾ പറഞ്ഞിട്ട്. കേട്ടോ, വളരെ വെള്ളം കുറവാന്ന് ഇപ്പം വരുന്നുണ്ട്. സച്ചുവിൻ്റെ അമ്മായിയൊക്കെ കാൽ നീട്ടിച്ച് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുക സച്ചുവിൻ്റെ കുളിയൊക്കെ നോക്കിയിട്ട്. ഒരുപാട് വേറെ ആൾക്കാർ അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഞങ്ങളതൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇതന്നെ നോക്കി ഇരുന്നിട്ടിരിക്കുക. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും തമ്പാങ്കടവ് സ്നേഹതീരം കഴിഞ്ഞിട്ട് തമ്പാങ്കടവുള്ള ഇതിലേക്ക് വരണം കേട്ടോ. എന്തായാലും അറപ്പ എന്ന് പറയും അവിടെ. എന്നുവെച്ചാൽ അവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വരണം കേട്ടോ കാണാൻ. അത് നല്ല ഭംഗിയാണ് കാണാൻ. അത് ചുരുങ്ങിയത് ഒരു 5 മണി 5:30 ഒക്കെ ആകുമ്പോൾ ടൈമിൽ വന്നാൽ അസ്തമയം കാണാം. എല്ലാം കൂടി നല്ലൊരു ഭംഗിയാട്ടോ കാണാൻ. ഞങ്ങൾ അസ്തമയമൊന്നും ഇപ്പോൾ എടുക്കാൻ നിന്നില്ല, സമയം കിട്ടിയില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വീട്ടിൽ വരേണ്ട തിരക്കില്ല. ഞങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുക്കാണ്ടിരുന്നു ഫോട്ടോ ഒന്നും ഇട്ടാന്ന് പറഞ്ഞു. വീഡിയോ ഒന്നും എടുത്തില്ല.
അല്ല സച്ചിതയൊക്കെ ഇടുന്ന് മറയുന്നു ആഹ്ലാദിച്ച് ഇങ്ങനെ മറിയ മൂപ്പരാൾ. വേറെ 2-3 പിള്ളേരവിടെയൊക്കെ കുളിക്കണായതുകൊണ്ടേ ഒറ്റയ്ക്കാണെങ്കിൽ മൂപ്പരാൾ പറയും ഇപ്പം മതി മതി നാട്ടിൽ ഇങ്ങോട്ട് പോരും. അപ്പം മറ്റേ കുട്ടിയും കൂടിയുള്ള കാരണം കൊണ്ട് അവിടെ ഭയങ്കര കുളിയില്ല. കണ്ടോ ഇതാണ് കടൽ. കടൽ തരങ്ങനെ അടിച്ചിങ്ങനെ വരും. ഇപ്പം ഭയങ്കര കടലിൽ ക്ഷോഭം കൂടുതലായപ്പോൾ ഞങ്ങൾ കടൽ പൊട്ടിച്ചതാണ്. അപ്പോൾ വേണ്ട അപ്പോൾ അങ്ങനെ മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഇപ്പോൾ കടൽ വെള്ളം ഇങ്ങനെ എടുത്ത് പോയതിന് ശേഷമാണ് വെള്ളം കുറവായത്. അല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ വെള്ളം കയറും. അല്ലോ സച്ചിൻ്റെ അമ്മ ഇരിക്കണൊക്കെ സച്ചിൻ്റെ കുളി നോക്കിയിട്ട്. കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ കുറേ വേറെ ആൾക്കാരുണ്ട്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്തോരം ആൾക്കാരാണ് വന്നത് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും പിന്നെ കുളിക്കാനും വേണ്ടിയിട്ട്. ഞാൻ അതിശയിച്ച് പോയി. ഇത് എത്ര പേർക്ക് ആൾക്കാർ വരും ഇവിടേക്കിന്ന്. പക്ഷെ അങ്ങനെ ഞാൻ കാണാറില്ല. എനിക്കറിയാം തമ്പാങ്കടവിൽ ഇങ്ങനെ വാർപ്പയിൽ കുളിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ വരുന്നത് അറിയാം. പക്ഷെ ഇങ്ങനെ എത്ര പേർക്ക് ആൾക്കാർ കൂടുന്നൊന്നും എനിക്കറിയില്ല. എപ്പോഴും കുളിക്കാനിപ്പോൾ ഇവരപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് വേറെ കുട്ടികളും വന്നു. കണ്ടോ ഇത് ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ കടലിൽ ഇങ്ങനെ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പിള്ളേർ കണ്ട ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫുട്ബോൾ എന്ന് വെച്ചാൽ ചെരുപ്പ് തട്ടി അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും നോക്കിയിരിക്കുക ഞാൻ അമ്മായും ഒക്കെ കൂടിയിട്ട് പിള്ളേരൊക്കെ കളിക്കുന്നത്. സ്നേഹിതരും കണ്ടിട്ട് ആൾക്കാർ തിരിച്ച് ഇത് കാണാനൊക്കെ ഇങ്ങോട്ട് വരും. ഇത്ര സച്ചിൻ്റെ അമ്മായി പറയുക ഇങ്ങോട്ട് വരുമെന്ന്. പക്ഷെ എനിക്കിങ്ങനെ വരുന്ന ആൾക്കാരെ അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ടോ ഏതോ നാട്ടിലത്തെ കന്യാസ്ത്രീകളും ഒക്കെ വന്നിട്ടുണ്ട്. കണ്ടോ അവർ കുറേ ഫോട്ടോ എടുക്കലും ഡാൻസ് ചെയ്യലൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ വന്നിട്ട്. അപ്പം ഞങ്ങളിതേ പോവാറായി. ഞങ്ങൾ സച്ചിനോട് പറയുന്നു പോവാൻ മതി ഇത്ര നേരമായില്ലേന്നുകൊണ്ടിതേ പറയുന്നത്. സച്ചിതേ കുറച്ച് നേരം കൂടിയും പറഞ്ഞിട്ട് കുളിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ കയറി. ഉണ്ട് ഐസ്ക്രീം ഞങ്ങൾ മേടിച്ച് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ പിന്നാലെ കൂടിയൊരു വ്യക്തിയാണ് കേട്ടോ കാണുന്നത്. ഒരു നായ. കുറേ നേരം ഞങ്ങൾ പിന്നാലെ നടന്നു. പിന്നെ മൂപ്പരൾക്ക് പറ്റുന്ന ഐസ്ക്രീം അല്ലാന്ന് മനസ്സിലായപ്പോൾ ആൾ വേഗം തന്നെ അവിടെ നിന്ന് മാറിയത് കണ്ട. ഇപ്പോൾ മൂപ്പരാൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം നോക്കി കണ്ട. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചതേ പോവാറായി. ഇങ്ങോട്ട് പോകുന്നു ഞങ്ങൾ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ടും കൂടി ചെയ്തു തരണം നിങ്ങളെ. ഇതുപോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് വീഡിയോ പിടിക്കാൻ നോക്കുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കുന്നുണ്ട് എന്താ ഈ കുട്ടി ഇങ്ങനെ വീഡിയോ ഫോൺ കൈ പിടിച്ച് വീഡിയോ പിടിച്ച് ഇങ്ങനെ നടക്കണം എന്ന് പറയും നോക്കുന്നുണ്ട്. പക്ഷെ അത് നോക്കില്ല. അല്ലേ അമ്മായി മോനും നടന്നുകൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.